ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് അത് പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലെ വരുന്ന ശതമാനക്കണക്ക് 51.95 എന്നുള്ളതാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 54.6 എന്നതാണ് കണക്ക്. ആലപ്പുഴയിലും മികച്ച പോളിംഗ് ആണ്, 54.01. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതാണ്. ആലപ്പുഴയിൽ കണിച്ചുകുളങ്ങരയിലാണ് അദ്ദേഹം പതിവ് പോലെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ആലപ്പുഴയിലൊക്കെ മികച്ച പോളിംഗ് ആണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ല കുറേ സമയം അവർ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം എന്ന തരത്തിൽ നിൽക്കുകയായിരുന്നു. ആളുകൾ നല്ല രീതിയിൽ തന്നെ പ്രതികരണം വരുന്നുണ്ട്, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ എറണാകുളം ജില്ല ഒരല്പം പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ മുന്നിൽ കയറി. വെള്ളാപ്പള്ളി നടേശൻ പതിവ് പോലെ തന്നെ കണിച്ചുകുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ്, തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ ഉണ്ട്. എന്തായാലും അനുജ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനത്തിൽ ഇപ്പോഴും അധികം ഇടിയാതെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തവണ 77.3 പോളിംഗ് അവസാനിക്കുമ്പോൾ ആലപ്പുഴയുടെ പോളിംഗ് ശതമാനം ഇപ്പോഴിതാ അത് ഏകദേശം അതിനോട് അടുക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വാർഡായ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ദേവസ്വം സ്കൂളിൻ്റെ കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂളിൻ്റെ 2ാം നമ്പർ ബൂത്തിൽ അദ്ദേഹം കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഭാര്യ പ്രീതി നടേശനുണ്ട്, ഒപ്പം മകൻ തുഷാർ വെള്ളപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലത്തെ സ്വാധീനിക്കുന്ന അടക്കമുള്ള പ്രതികരണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം രാഷ്ട്രീയമായ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചിരുന്നില്ല. ന്റെ പ്രതികരണം ഉണ്ടാകും. അതിൽ ഈ പല പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്നൊക്കെയുള്ള പ്രതികരണമായി നടത്തിയത്. അതിൽ നിന്നെങ്കിലും അതാണ് വിവിധ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാറുള്ള വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഏതാനും ദിവസമായി രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പറയും. ഒപ്പം വിവിധ വിഷയങ്ങൾ എങ്ങനെ സ്വാധീനിക്കും എന്നൊക്കെയുള്ളത് അദ്ദേഹം വ്യക്തമാക്കും. അദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് നമ്മൾ കരുതുന്നത്. വോട്ട് ചെയ്യാനായി അദ്ദേഹം ബൂത്തിലേക്ക് കയറിയിരിക്കുന്നു. ആ നടപടിക്രമങ്ങൾക്കൊക്കെ ശേഷം വോട്ട് രേഖപ്പെടുത്തും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണിച്ചുകുളങ്ങരയിലേക്കാണ് അദ്ദേഹം സ്ഥിരമായി എത്തുന്നത് പോലെ ഇത്തവണയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആധാർ കാർഡൊക്കെ അദ്ദേഹം കാണിക്കുകയാണ്. കുടുംബാംഗങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. അങ്ങനെ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്താൻ. ആലപ്പുഴ ജില്ലയിൽ മികച്ച പോളിംഗ് എന്നതാണ്. 54 കടന്നിരിക്കുന്നു അവിടുത്തെ പോളിംഗ് ശതമാനം. 54.01 എന്നതാണ്. എറണാകുളത്താകട്ടെ 54.6% എന്നൊരു കണക്ക്. ഒരല്പം മുന്നിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ എറണാകുളം ജില്ല. മറ്റു ജില്ലകളിലെ കണക്ക് കൂടി വേഗമൊന്ന് പരിശോധിച്ചാൽ കൊല്ലത്ത് 51.84, പത്തനംതിട്ടയിൽ 50.42, ഒപ്പം ഇടുക്കിയിൽ 50.64, കോട്ടയത്ത് 52.11, എറണാകുളത്ത് 54.6, ആലപ്പുഴയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ 54.01. തിരുവനന്തപുരത്താണ് ഒരല്പം കുറഞ്ഞു നിൽക്കുന്നത് പോളിംഗ് ശതമാനം. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം അത് വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 47.98% എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വരുന്ന കണക്ക്. അതുപോലെ തന്നെ കോർപ്പറേഷനിലെ കണക്കും നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ നിലവിൽ എല്ലായിടത്തും തിരുവനന്തപുരം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും 50% കടന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മികച്ച പോളിംഗ് 51.95 ആണ് ആകെയുള്ള ഇതുവരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കോർപ്പറേഷനുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 39.46, കൊല്ലത്ത് 42.68, കൊച്ചിയിൽ 42.92 എന്നതാണ്. അങ്ങനെ അവിടെയും രണ്ടിടത്ത് 40 കടന്നു. തിരുവനന്തപുരത്ത് കുറവാണ്, 39.46 എന്നുള്ളതാണ് കോർപ്പറേഷനിലെ ശതമാനക്കണക്ക്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ വോട്ട് ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.